ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് റാലികൾ, വിജയങ്ങൾ, വിജയാശംസകൾ, കൊട്ടിഘോഷങ്ങൾ, വിജയാഹ്ലാദ പ്രകടനങ്ങൾ ഇതൊക്കെ വളരെ ഗംഭീരമായി ഒന്നിനു പിറകെ ഒന്നായി നടന്നിട്ടുണ്ട്. സന്തോഷം തന്നെ, വൻ വിജയം തന്നെ. പലർക്കും വിജയങ്ങൾ നേടിയിട്ടുണ്ട്. പിടിച്ചെടുക്കാത്ത പഞ്ചായത്തുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 20 വർഷത്തിന് ശേഷം കിട്ടിയതുണ്ട്. എല്ലാം ശരി തന്നെ. പക്ഷെ ഇപ്പം ചർച്ച ചെയ്യുന്നത് സമുദായത്തിൽ, മുസ്ലിം സമൂഹത്തിനിടക്ക് ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം തന്നെയാണ് ഈ ഒരു ഇലക്ഷനിൽ നടന്നത്, പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ നടന്നത് എന്നാണ് ഏറ്റവും വലിയ ഒരു ചർച്ച എന്ന് പറയുന്നത്. പണ്ഡിതന്മാരൊക്കെ ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി രംഗപ്രവേശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പ്രതികരണങ്ങൾ നടത്തുകയാണ്. നമുക്ക് എല്ലാം പറയുന്നതിന് മുമ്പ് ഈ ഒരു പ്രസംഗം കേൾക്കാം. കളി, ചന്തികുലുക്കി കളി എത്ര ഉണ്ട് പോകട്ടെ. ഇന്നലെ മിനിഞ്ഞാനായിട്ട് എന്റെ ഇപ്പൊ മലബാറിൽ നടന്നത് പെണ്ണുങ്ങളെ മാപ്പിളച്ചി പെണ്ണുങ്ങള് പർദ്ദയിട്ടിട്ട് ചന്തികുലുക്കി കളി, റോഡായ റോഡിൽ പച്ചപ്പകലിൽ. നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? എതിർത്താൽ നിങ്ങളുടെ തറവാടുകളിൽ നടന്ന ചന്തികുലുക്കി കളികൾ ഒരു ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരും. ആലിമീങ്ങൾക്കും പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? ആലിമീങ്ങൾ പറയേണ്ട സമയത്ത് പറയാതെ പോയി. പറയാൻ തൊള്ളോണ്ട് എന്തും പറയാനോ, ജനം സ്വീകരിക്കണ്ടേ? 25,000 പെണ്ണുങ്ങളെ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഒരു പകൽ ഉച്ചയ്ക്ക് ശേഷം മുഴുവനും ചുറ്റിച്ചു. മുസ്ലിം ലീഗ് പണ്ട് മുതലേ വിമർശിക്കപ്പെടുന്ന ഒരു മേഖലയാണ് സ്ത്രീകളുടെ രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നത്. സ്ത്രീകൾ, നമുക്കറിയാം, ഇസ്ലാമികപരമായി മുസ്ലിമീങ്ങളുടെ ബഹുഭൂരിപക്ഷം വരുന്ന കേരള മുസ്ലിമീങ്ങളും സ്വീകരിച്ച ഒരു പാർട്ടി എന്ന നിലക്ക്, ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളെയും അക്കമഡേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടി എന്ന നിലക്ക് മുസ്ലിമീങ്ങളുടെ ആചാരങ്ങളും മുസ്ലിമീങ്ങളുടെ നിയമങ്ങളും കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി കൂടെയുള്ളതാണ് ഈ മുസ്ലിം സമുദായ പാർട്ടി എന്നുള്ള നിലക്ക് മുസ്ലിമീങ്ങളുടെ നിയമങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത കൂടി മുസ്ലിം ലീഗിനുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വളരുന്നത് പോലെ വളരുകയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് കിടപിടിച്ച് എന്തും ചെയ്യാനുള്ള ലൈസൻസായി ഇവിടെ പ്രവർത്തിക്കുവാൻ മുസ്ലിം ലീഗിന് ഒരിക്കലും കഴിയില്ല. നമുക്കറിയാം, മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള കുടുംബം എന്ന് പറയുന്നത് പോലും നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ മുസ്ലിമീങ്ങളുടെ ഔദ്യോഗിക സംഘടനയുടെ പല സ്ഥാനങ്ങളും വഹിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒരിക്കലും ഒരു വിഷയത്തിലും ഇസ്ലാമിനെതിരെ കടന്നു കയറിക്കൊണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുവാൻ ഒരു രീതിയിലും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കഴിയില്ല. അത് ഞാനൊരു മുസ്ലിം ലീഗുകാരനായതുകൊണ്ടോ അല്ലെങ്കിൽ അല്ലാത്തത് കൊണ്ടോ പറയുകയല്ല. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സ്ത്രീകൾ റോഡിൽ നിന്ന് അഴിഞ്ഞാടിയ വീഡിയോകൾ കാണുമ്പോൾ വളരെ വിഷമമുണ്ട്. ഒരു സമുദായത്തിൻ്റെയും, അതായത് റോഡിൽ ഇങ്ങനെ റഹ്മത്തുള്ളാഹി കാസിമി മുത്തേടം പ്രസംഗിച്ചതുപോലെ ചന്തികുലുക്കി പ്രകടനങ്ങളും മറ്റുമൊക്കെ നടത്തൽ ഒരു പ്രശ്നവുമില്ലാത്ത ഒരു സമുദായം പോലും ഈ ഒരു രീതിയിൽ പ്രകടനം നടത്തുകയും ഈ ഒരു രീതിയിലുള്ള റാലികൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. വാഹനങ്ങളിലും മറ്റുമൊക്കെ കയറി മുസ്ലിം സ്ത്രീകൾ കാണിച്ചു കൂട്ടുന്ന, തട്ടമിട്ട സ്ത്രീകൾ കാണിച്ചു കൂട്ടുന്നത് പോലെയുള്ള പ്രകടനങ്ങൾ, അതുപോലെയുള്ള പ്രവർത്തനങ്ങളും അഴിഞ്ഞാട്ടവും ഒരു സമുദായത്തിലെ, ഇവിടെയുള്ള ഹിന്ദു സമുദായത്തിലെയോ ക്രിസ്ത്യാനികളും മറ്റുമൊക്കെ ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. എല്ലാവരും ഒത്തൊടുങ്ങുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയാണ് നമുക്കുള്ളതെങ്കിൽ ഒരു സമുദായത്തിലെ സ്ത്രീകളും അഴിഞ്ഞാടുന്നതിന് മുകളിൽ അവരൊക്കെ കണ്ടാൽ വിരൽ കടിച്ചു പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പലപ്പോഴും മലബാറിലെ സ്ത്രീകൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ കാണിച്ചു വെച്ചത് എന്ന് പറയുക തന്നെ വേണം. വിഷമമുണ്ടെങ്കിലും ഈ ഒരു പ്രസംഗത്തിൽ ഇപ്പോൾ റഹ്മത്തുള്ളാഹി കാസിമി മുത്തേടം പറയുന്നത് നിങ്ങൾക്കിതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പോലും സംസാരിച്ചില്ല എന്നുള്ളതാണ്. അത് തെറ്റാണ്. പലപ്പോഴും പല പണ്ഡിതന്മാരും ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സംസാരിച്ചു കൊണ്ടേയിരിക്കേണ്ട വിഷയമാണ്. നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും മറ്റുമൊക്കെ ചെയ്ത് ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ വീട്ടിൽ നിന്ന് അനുസരിക്കുകയും ഒക്കെ ചെയ്ത് റോഡിലിറങ്ങി ഇങ്ങനെ ഡാൻസ് ചെയ്ത്, അന്യപുരുഷന്മാർക്കിടയിൽ ഡാൻസ് ചെയ്ത് നമ്മുടെ ഒരു സംസ്കാരം, നമ്മുടെ മതപരമായ ചിട്ട എന്നതിനപ്പുറത്തേക്ക് കേരളീയ സംസ്കാരത്തിന് പോലും വിള്ളൽ വീഴ്ത്തുന്ന രീതിയിൽ, അങ്ങനെ ഒരു രീതിയിലും ചെയ്യാൻ പാടില്ലാത്ത ഒരു സമുദായത്തിലെ സ്ത്രീകൾ ചെയ്തു എന്ന് പറയുമ്പോൾ
ഈ ഒരു വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് തന്നെ വലിയ കടമയുണ്ട്. നമുക്കറിയാം എന്തുകൊണ്ട് സ്ത്രീകൾ ഇങ്ങനെ രംഗപ്രവേശനം നടത്തുന്നു. പലപ്പോഴും മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷേ നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം, ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 50% സംവരണം ഏർപ്പെടുത്തുക എന്നുള്ള നമ്മുടെ ഈ രാജ്യത്തിൻ്റെ നിയമം ഉൾക്കൊള്ളുവാൻ വേണ്ടി, നടപ്പിൽ വരുത്തുവാൻ മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു പാർട്ടിയും ഇവിടെ അനുസരിക്കൽ അനിവാര്യമാണ്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രമുള്ള നിയമമല്ല. പക്ഷേ അത്തരത്തിൽ സ്ത്രീകളെ മത്സരിപ്പിക്കേണ്ട മത്സര രംഗത്തേക്ക് ഇറക്കേണ്ടി വരൽ നിർബന്ധമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ ഇസ്ലാമിക രീതിയിൽ തന്നെ പരമാവധി അച്ചടക്കങ്ങൾ രാഷ്ട്രീയ പ്രവേശനം നടത്തിയാൽ പോലും ഇത്ര വലിയ അവഹേളനത്തിനും ഇത്ര വലിയ വിമർശനങ്ങൾക്കും ലീഗ് എന്ന പ്രസ്ഥാനം കാരണമാവുകയില്ല എന്നുള്ളതാണ്. ഇത് ഞാൻ മാത്രം പറഞ്ഞതാണോ? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പോലുമായ ഈ ഷാഫി ചാലിയം പോലും ഈ അഭിപ്രായം പറഞ്ഞിട്ടില്ലേ? ഷാഫി ചാലിയത്തിന്റെ വിവേകം പോലും അതിന് മുകളിൽ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ കാണിക്കുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. കാരണം ഈ ഒരു വിഷയത്തിൽ ഞാൻ മാത്രമല്ല, റഹ്മത്തുള്ള സഖാഫി എളമരം 2 ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഈ വിഷയം വിശദമായി എഴുതിയതാണ്. ഇപ്പോഴും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമുക്ക് ലഭിക്കുന്ന ചില വീഡിയോകൾ കാണുമ്പോൾ വിഷമം തോന്നുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിനൊക്കെ നടുവിലും വളരെ അച്ചടക്കത്തോടു കൂടി മക്കനെയൊക്കെ കുത്തി സ്ഥാനാർത്ഥികളായ ചില സ്ഥാനാർത്ഥികളുമുണ്ട്. അവർ ഒരുപക്ഷെ അതൊക്കെ ഇസ്ലാമിന് അനുവദനീയമാണോ എന്ന് തിരിച്ചു ചോദിക്കുന്നവരും ചിലപ്പോൾ ഉണ്ടായേക്കാം. അത് അനുവദനീയമാണോ അല്ലയോ എന്നതിനപ്പുറത്തേക്ക് ചില നിർബന്ധിത സാഹചര്യങ്ങളിൽ നമുക്ക് ഇവിടെ സ്ത്രീകളെ മത്സരിപ്പിക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അങ്ങനെ ഒരു സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇല്ലാതാക്കുന്നതിലും നല്ലത് ചിലപ്പോൾ അത്തരത്തിൽ ചെയ്യേണ്ടി വന്നേക്കാം. ഞാനതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതല്ലെങ്കിലും, പക്ഷെ ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടം എന്ന് പറയുന്നത് അത് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാത്ത വിഷയവും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സംഗതിയേ അല്ല. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം ഇത് മറ്റുള്ള സമുദായത്തിന് മാതൃകയാവേണ്ട ഒരു സമുദായം എന്ന നിലക്ക് അവർ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഒരു വർഷത്ത് നമുക്കറിയാം ഹിജാബ് ഇടുവാൻ വേണ്ടി സമരം നടത്തുന്നു, നിക്കാബ് ഇടുവാൻ വേണ്ടി സമരം, ഹിജാബ് ഇട്ടുകൊണ്ട് സ്കൂൾ പ്രവേശനം നടത്തുന്നതിൽ അവിടെ തടഞ്ഞു വെക്കുന്നു, അതിനെതിരെ സമരം നടത്തുന്നു. മറുവശത്ത് തട്ടം പകുതിയിട്ട് ചന്തികുലുക്കി പ്രകടനം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെറും അയിഞ്ഞാടി നടക്കുന്നതിന് ഇലക്ഷൻ വരുന്ന സമയത്ത് സമുദായത്തിനൊരു പ്രശ്നവുമില്ല. അവർക്ക് സ്കൂൾ പോകുമ്പോൾ മാത്രമാണ് ഈ നിക്കാബും ഈ ഹിജാബും ഒക്കെ വേണ്ടത് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു സമുദായത്തെ അധപ്പതിപ്പിച്ച് കളയുന്നത് തീർച്ചയായും മോശമാണ് എന്ന് പറയാതെ വയ്യ. ഈ ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ അഴിഞ്ഞാടുന്നവർക്കെതിരെ അല്ലെങ്കിൽ അത്തരത്തിൽ പാടില്ലെന്ന് പ്രസ്ഥാനം തന്നെ അത് തിരുത്തേണ്ട സമയമായിരിക്കുന്നു. റഹ്മത്തുള്ളാഹി സഖാഫി എളമരം എഴുതിയതുപോലെ മുമ്പൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയും മറ്റുമൊക്കെയാണ് ഇത്തരത്തിൽ സ്ത്രീകളെ രംഗപ്രവേശനം നടത്തിയിരുന്നത്. അന്ന് ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ച് തന്നെ ബാഫക്കി തങ്ങളുടെ കാലത്ത് ഈ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചിരുന്നു എന്നാണ് റഹ്മത്തുള്ളാഹി സഖാഫി എളമരം എഴുതിയത്. ഏതായാലും നമുക്കറിയാം കേരളത്തിൽ സ്ത്രീകളെ രംഗപ്രവേശനം നടത്തുന്നത് അതിൻ്റെ തുടക്കം കുറിക്കുന്നത് ഇവിടെയുള്ള പുത്തൻവാദികളാണ്, ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ് പോലെയുള്ള പ്രസ്ഥാനങ്ങളാണ്. ആ പ്രസ്ഥാനങ്ങൾക്കെതിരെ സ്ത്രീ രംഗപ്രവേശനത്തിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുകയും പരിപാടികൾ നടത്തുകയും പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായി നിലകൊള്ളുകയും ചെയ്ത സുന്നികൾ എന്ന് പറയുന്ന ഇവിടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന സുന്നികളുടെ സ്ത്രീകളാണ് ഇപ്പോൾ ഇലക്ഷൻ വരുന്ന സമയത്ത് എല്ലാം ഹലാലാക്കിയിട്ട് റോഡിലിറങ്ങി വാഹനങ്ങളിൽ കയറി ഇത്തരത്തിൽ ചന്തികുലുക്കി പ്രകടനങ്ങളും മറ്റുമൊക്കെ നടത്തുന്നത് എന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല. ഇലക്ഷൻ ഇന്ന് വരും, നാളെ പോകും. കുറേ ആളുകൾ ജയിക്കും, കുറേ ആളുകൾ പരാജയപ്പെടും. അതൊക്കെ ഇത്തരത്തിൽ ചന്തികുലുക്കാത്ത സമുദായങ്ങളും ഇവിടെ ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ട്, അവരും ജയിക്കുന്നുണ്ട്, അവരും ഭരണരംഗത്ത് അവരുടേതായ സ്വാധീനം അവരും ചെലുത്തുന്നുണ്ട്. പക്ഷേ നമുക്ക് മാത്രം എന്താണ്, പ്രത്യേകിച്ച് മലബാറിലുള്ള മുസ്ലിമീങ്ങൾക്ക് മാത്രം എന്താണ് പ്രത്യേകത? ഇതിനൊക്കെ മറുപടി പറയേണ്ട ഒരു ദിവസമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. മുസ്ലിമീങ്ങൾക്ക് ഒരു കടിഞ്ഞാണ് എല്ലാ വിഷയത്തിലും ഉണ്ടായിരിക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
പിന്നെ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംവരണത്തിൻ്റെ വിഷയങ്ങളും അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വിഷയങ്ങളും മറ്റ് പാർട്ടികളും മറ്റുമൊക്കെ സ്ത്രീ ശാക്തീകരണവും അതുപോലെ സംവരണവും ഒക്കെ ഉൾപ്പെടുത്തുമ്പോൾ മുസ്ലിം ലീഗിന് മാറി നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നവരൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തുള്ള പ്രകടനത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഈ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഉമ്മ വെക്കുന്ന വീഡിയോ പരസ്യമായി വിജയാഹ്ലാദത്തിനിടെയാണെന്ന് തോന്നുന്നു. സ്ത്രീകൾ പരസ്യമായി വന്നുകൊണ്ട് സ്ഥാനാർത്ഥിയെ ഉമ്മ വെക്കുകയും കൈകൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. പിന്നീട് അത് ഉമ്മയാണെന്നും പെങ്ങളാണെന്നൊക്കെ പറഞ്ഞ് സ്ഥാനാർത്ഥി രംഗപ്രവേശനം നടത്തുകയും ആ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആര് തന്നെ ആയാലും അവർക്ക് വീട്ടിൽ വെച്ച് ചെയ്യേണ്ട ചില വിഷയങ്ങൾ പരസ്യമായി ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഉമ്മയെയും പെങ്ങളെയും പരസ്യമായി രംഗപ്രവേശനം നടത്തി ഉമ്മ കൊടുപ്പിക്കുകയും എന്നിട്ട് ആ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചവർക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്യുന്നത് എന്ത് മര്യാദയാണ് എന്ന് മനസ്സിലാവുന്നില്ല. ഇനി ഉമ്മ തന്നെയാണെങ്കിലും അത്തരത്തിൽ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കണ്ടവർക്കൊക്കെ ഇത് ഉമ്മയാണെന്ന് മനസ്സിലാവുമോ? ഇദ്ദേഹം പറയുന്ന ഇപ്പോൾ അദ്ദേഹം നൽകുന്ന വിശദീകരണം വീഡിയോ കണ്ടവരിലേക്കൊക്കെ എത്തിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത് ഒരിക്കലും ഒരുപാട് ആളുകൾ നമ്മൾ ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ആരെയും തെറ്റിദ്ധരിപ്പിക്കുവാനും പാടില്ല എന്ന് പറയുന്ന വിഷയം. ഇങ്ങനെ പരസ്യമായി ചിലത് ചെയ്യുമ്പോൾ അതൊക്കെ സമുദായത്തിൻ്റെ പേരിലേക്ക് അതിൻ്റെ ക്രെഡിറ്റ് പോവുകയും കണ്ടോ മുസ്ലിം സ്ത്രീകൾ ചെയ്യുന്ന വിഷയം കണ്ടോ, ഇത് ഉമ്മയാണെന്നോ പെങ്ങളാണെന്നോ തിരിച്ചറിയാത്ത ആളുകൾ അതിനെതിരെ ഇത്തരത്തിൽ സമുദായത്തിൻ്റെ പേരിൽ വെച്ച് കെട്ടുന്നതിലേക്ക് അത്തരം സന്ദർഭങ്ങൾ ആവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയെങ്കിലും നേതൃത്വം കണ്ണു തുറക്കുക തന്നെ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൽക്കാലം വിടാം. നമുക്ക് വീണ്ടും കാണാം.